ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വെളിപ്പെടുത്തൽ വോട്ടർ പട്ടിക ക്രമക്കേട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്നതിന് ഇടയാണ്. പ്രതിപക്ഷം തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയിരുന്നു. വ്യക്തികൾ നൽകിയ പരാതികൾ പരിശോധിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, കാടടച്ച് വെടിവെക്കുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷവും. അതായത് പുറമേ പറയുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയെങ്കിൽ ഒരു പരാതിയെങ്കിലും നൽകണ്ടേ? ഇതിപ്പോൾ ഇരട്ടത്താപ്പ് കൃത്യമായി തെളിയുന്നു, അല്ലേ? കൃഷ്ണരാജ്, ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസും ഒപ്പം പ്രതിപക്ഷവും ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ എത്രത്തോളം അടിസ്ഥാനവും ആത്മാർത്ഥതയുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള രേഖകൾ. അതായത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട്, അതിൽ വലിയ പരാതികളുണ്ട്, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, പ്രധാനമന്ത്രി മറുപടി നൽകണം, ആ വോട്ടർ പട്ടികയിന്മേൽ എടുത്തിട്ടുള്ള നടപടികൾ പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള വലിയ പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഇന്നും രാജ്യസഭയും ലോക്സഭയും തടസ്സപ്പെടുത്തിയതും സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ചാണ്. കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ളവർ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഗുരുതര ക്രമക്കേട് നടന്നുവെന്ന ആരോപണം മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിലെ വസ്തുത എന്നുള്ളത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ രാജ്യത്തെ ദേശീയ പാർട്ടികൾക്കും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാന തല പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം നൽകിയിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കമ്മീഷന് മുന്നിൽ ഉന്നയിക്കാനും അത് പരിഹരിക്കാനും അത് ചൂണ്ടിക്കാട്ടാനുമുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. അവിടെ ഒരു പരാതി പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നോ കമ്മീഷന് മുൻപിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ ബീഹാറിൽ ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുകയും പ്രതിഷേധിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയിരുന്നത് രാഷ്ട്രീയ ജനതാദളും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. എന്നാൽ ബീഹാറിലെ സ്റ്റേറ്റ് പാർട്ടിയായിട്ടുള്ള RJDയോ അല്ലെങ്കിൽ കോൺഗ്രസോ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയും ഈ വിഷയത്തിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള അവസരത്തിന്മേൽ ഈ വോട്ടർ പട്ടിക വിഷയത്തിൽ ഒരു പരാതി പോലും ഒരു പ്രശ്നം പോലും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതായത് പാർലമെന്റിനകത്തും പുറത്തും മാധ്യമ ശ്രദ്ധ നേടുന്നതിന് ഇത്തരത്തിൽ പ്രതിഷേധവും ബഹളവും വെക്കുക എന്നല്ലാതെ കാര്യത്തോടടുക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആ വിഷയം ചൂണ്ടിക്കാണിക്കാനോ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെന്ന് തെളിയിക്കാനോ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. മുൻപും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സമ്മേളന കാലയളവ് മുഴുവൻ കോൺഗ്രസ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിക്കുകയും ചെയ്തത് പെഗാസസ് വിഷയം ഉയർത്തിക്കാട്ടിയായിരുന്നു. രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ പെഗാസസ് ഉപയോഗിച്ച് ചോർത്തുന്നു എന്ന വലിയ ആരോപണം നടത്തി. പിന്നീട് ആ കേസ് സുപ്രീം കോടതിയിലെത്തുമ്പോൾ രാഹുലിന്റെ ഉൾപ്പെടെ ഫോൺ ഹാജരാക്കാനോ അന്വേഷണത്തോട് സഹകരിക്കാനോ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതകൾ കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കാനോ ശ്രമിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കോൺഗ്രസിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഓരോ സമയത്തും സർക്കാരിനെതിരെ ഉന്നയിക്കാൻ അല്ലെങ്കിൽ പാർലമെന്റ് തടസ്സപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതിഷേധം നടത്താൻ ഓരോ വിഷയങ്ങൾ ഉന്നയിക്കുമെന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ അത് തെളിയിക്കേണ്ട വേദികളിൽ അത് തെളിയിക്കാനോ ജനങ്ങൾക്ക് മുൻപിൽ അതിന്റെ തെളിവുകൾ നൽകാനോ സാധിക്കാതെയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, പൊള്ളയായ വിഷയങ്ങളാണ് കോൺഗ്രസും ചില പ്രതിപക്ഷ കക്ഷികളും ഉന്നയിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ ചില ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പുറത്താകുന്നു. വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ പരാതി നൽകിയിട്ടില്ല. എന്നിട്ടാണ് തുടരെ ഇങ്ങനെ പരാതി, ആ ക്രമക്കേട് ആരോപണം, സഭാ നടപടികൾ തടസ്സപ്പെടുത്തൽ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഒരിക്കൽ കൂടി കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നു ഈ ഇരട്ടത്താപ്പിലൂടെ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ.